ഇന്നൊരു പരൽ കറി ഉണ്ടാക്കാം. അപ്പോൾ അതിന് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് കൊടുത്തു. അതിലേക്ക് 2 മണി ഉലുവ ഇട്ട് കൊടുത്തു. ഉലുവയുടെ അളവ് കൂടരുത് കേട്ടോ. അതിന് ശേഷം 2 സബോള, ചെറിയ സബോളയായ കാരണമാണ് കേട്ടോ 2 ഇട്ട്, അല്ലെങ്കിൽ 1 സബോള ഇടേണ്ട ആവശ്യമുള്ളൂ. ഇത് വളരെ ചെറുതായതുകൊണ്ട് ഒരു 2 സബോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കിലോ അത്യാവശ്യം വലിപ്പമുള്ള പരലാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കഷ്ണങ്ങളായിട്ട് നല്ല ടേസ്റ്റാണ് പരൽ കറി കേട്ടോ. അപ്പോൾ അത് നന്നായി വഴന്ന് വരുന്ന വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. വെളിച്ചെണ്ണയിൽ തന്നെ ഇത് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഇത് ഒരു പകുതി വഴന്ന് വരുമ്പോൾ നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് വേപ്പിലയും കൂടി ചേർത്തിട്ട് അത് ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ ചുവന്നുള്ളി വഴന്ന് വരട്ടെ. മുരിയൊന്നും വേണ്ട കേട്ടോ. ഇപ്പം ഞാനിത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് അതിൻ്റെ പച്ചമണം പോണ വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണം പോണ വരെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു തക്കാളി ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. തക്കാളി ഇടണമെന്നൊന്നുമില്ല, എന്നാലും ഒരു തക്കാളി ഇട്ടാൽ അതിൻ്റെ ഒരു ഭംഗി, കറിക്കൊക്കെ ഒരു ഭംഗി വരും. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു തക്കാളി ഇടും. ഞാൻ മാങ്ങിയിട്ടിട്ടാണ് കറി വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു തക്കാളി തന്നെ ഞാൻ ഇട്ടിട്ടുള്ളൂ. ആ തക്കാളി ഉടഞ്ഞു പോകണമെന്നൊന്നുമില്ല കേട്ടോ. അതുപോലെയാണ് ഞാൻ എടുക്കണേ, ഉടച്ചെടുക്കണമൊന്നുമില്ല. ഇതിലേക്ക് ഇനി പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂണ്, 1 സ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അത്ര ഇട്ട് കൊടുത്തിട്ട് പച്ചമണം പോണ വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. അതിന് ശേഷം വെള്ളമൊഴിച്ചിട്ട് വേപ്പിലിട്ടു, മാങ്ങിയിട്ട് കൊടുത്തു, പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. ഇപ്പോൾ കല്ലുപ്പാണത്, ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇളക്കി അതൊന്ന് തിളയ്ക്കണ വരെ നമുക്ക്, മാങ്ങ ഒന്ന് തിളയ്ക്കണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ മാങ്ങ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് മീനിട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ഈ പരൽ. മുള്ളുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ സൂക്ഷിക്കാം. അപ്പോൾ ഇതാണ് പരൽ കിട്ടിയത്. 1 കിലോ ഉണ്ട്. അപ്പോൾ നമുക്കത് കറിയാക്കി എടുക്കാം. അപ്പോൾ അത് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അധികം വേവൊന്നുമില്ല കേട്ടോ, പെട്ടെന്നായി കിട്ടും. അപ്പോൾ അത് വെന്ത് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കാം. ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് നമുക്ക് സ്വല്പം ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അതിലേക്ക് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു 1/2 മുറി തേങ്ങ. വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. 1/2 മുറി തേങ്ങ നല്ല പേസ്റ്റ് പോലെ അരച്ച് വെച്ചത് ഞാൻ ഒഴിച്ച് കൊടുത്തു. മിക്സി ജാറ് കഴുകിയ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. അത് നമ്മൾ 1 പാൽ ഒഴിച്ചിട്ട് തിളപ്പിക്കാണ്ടിരിക്കുന്ന പോലെയല്ല, ഇത് നമ്മൾ തിളപ്പിച്ചെടുക്കണം. തിളയ്ക്കുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോഴും നമുക്കിതൊക്കെ ഒഴിച്ച കാരണം ഉപ്പ് പാകമാണോ നോക്കാം. അപ്പോൾ ഇതിൽ ഉപ്പ് പാകമാണ്, ഇനി ചേർക്കാനൊന്നുമില്ല. ഒന്ന് തിളച്ച് വന്നാൽ മതി. ഈ സമയം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി ചട്ടി വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 10-25 ചുവന്നുള്ളി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നാടൻ കറിയാണ് കേട്ടോ. വെളിച്ചെണ്ണയിൽ ഉപയോഗിക്കുക, ചുവന്നുള്ളി ഉപയോഗിക്കുക, അതൊക്കെ ഒരു നാടൻ കറികളുടെ ഇതാണ്. അപ്പോൾ അത് നമ്മളിങ്ങനെ ഇതുപോലെ താളിപ്പ് ശരിയാക്കിയില്ല എന്ന് വെച്ചാൽ നമുക്ക് ഈ കറി ഉപയോഗിക്കാം കേട്ടോ. എന്നാലും ഇതൊക്കെ ചെയ്യുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ 4 വറ്റൽമുളകും കുറച്ച് വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി മുരിച്ച് ഇതിലൊഴിച്ച് കൊടുക്കുക. ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് നമ്മളത് അങ്ങനെ തന്നെ അടച്ച് വയ്ക്കുക, ഇളക്കണമായിട്ട് മുന്നിട്ട്.
അപ്പോൾ ഇതിലത്തെ ആ വറ്റൽമുളകിൻ്റെയും വേപ്പിലയുടെയും ചുവന്നുള്ളിയുടെയും ഒക്കെ മണം ആ കറിയിൽ അങ്ങനെ ചേരണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അതൊന്ന് അടച്ച് വയ്ക്കണം. ഇത് ഒഴിച്ചതിന് ശേഷം കേട്ടോ. ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ആ വെളിച്ചെണ്ണയും ഒക്കെ അതോടുകൂടിയാണ്ട് ഒഴിച്ചു കൊടുക്കുക. വേറെ എണ്ണയിലൊന്നും ഉണ്ടാക്കരുത്, വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണം കേട്ടോ. ഇനി അങ്ങനെ തന്നെ ഇത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റെങ്കിലും ചുരുങ്ങിയത് നമ്മൾ ഇതിങ്ങനെ ഒന്ന് അടച്ച് മൂടി വയ്ക്കുക. ഇളക്കൊന്നും വേണ്ട. ഒരു 10 മിനിറ്റിന് ശേഷം ഞാൻ എടുത്തപ്പോൾ ഇങ്ങനെയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറി, ഭംഗിയും ഒക്കെ ഉണ്ട് കറി. കറിക്കും വേണം ഒരു ഭംഗി കഴിക്കാനേ. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. നാടൻ കറി ആയ കാരണം മല്ലിയില ഇടണം എന്നില്ല കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഞാൻ കുറച്ച് ഇലകളൊക്കെ ചേർക്കണ ഒരാളായതുകൊണ്ട് അങ്ങനെ ചേർത്തു എന്നുള്ള. അപ്പോൾ എൻ്റെ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്തായാലും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക. ഇങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പരല് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.